ഇത് മിഷണറി പ്രവർത്തകനായ ആൽബർട്ട് കേസരി. ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് എന്ന സംഘടനയിൽ നിന്നും പരിശീലനം നേടി സഭാവിഭാഗ വ്യത്യാസമന്യേ വിവിധയിടങ്ങളിൽ സേവനം ചെയ്യുകയാണ് ഇദ്ദേഹം. തീവ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി സുദീർഘമായ തൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നടത്തിയ വഴികളെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് ആൽബർട്ട് കേസരി. ഞാൻ ജനിച്ച ഏകദേശം 2 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തുടർന്ന് ചില നാളുകൾക്ക് ശേഷം എൻ്റെ ഇടത് കവിൾത്തടത്തിൽ വലിയൊരു വ്യാധി ഇങ്ങനെ വരുവാനിടയായി. പല ആശുപത്രികളിലും ആ കാലഘട്ടങ്ങളിൽ 1973 കാലഘട്ടങ്ങളിൽ പല ആശുപത്രികളിലും ചികിത്സിച്ചെങ്കിലും വ്യക്തമായിട്ട് ഒരു വിടുതലില്ലാതെ, സൗഖ്യമില്ലാതെ ആശുപത്രികളിൽ നിന്നെല്ലാം തിരിച്ചുവിട്ട് വളരെ വേദനയോടെ എൻ്റെ മാതാവ് ഭവനത്തിൽ എന്നെയും വെച്ച്, എൻ്റെ അമ്മയുടെ പിതാവിൻ്റെ ഭവനത്തിലാണ് അമ്മയും ഞാനും ആയിരുന്നത്. അവിടെ എല്ലാ ദിവസവും മരണ വീട്ടിൽ ആളുകൾ വരുന്നത് പോലെ എൻ്റെ അവസാനത്തെ നിമിഷങ്ങളെ കാണുവാനായി ധാരാളം ബന്ധുക്കളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മാർക്കറ്റിലേക്കുള്ള ഒരു പെരുവഴിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അതുവഴി കടന്നു പോകുമ്പോൾ ഒരു ദൈവദാസനും അതുവഴി കടന്നുപോയി. അദ്ദേഹം ആളുകളിങ്ങനെ ധാരാളമായി ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത് കണ്ടിട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ അവിടോട്ട് കയറി വന്നു. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഒരു കുഞ്ഞ് വളരെ അത്യാസന്ന നിലയിലായിരിക്കുന്നു. അങ്ങനെ ആ ദൈവദാസൻ ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് എൻ്റെ അമ്മയുടെ പിതാവിനോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല എന്ന് പറയുവാനിടയായി. എന്നാൽ എൻ്റെ മാതാവ് ഇത് കേട്ടുകൊണ്ട് ഭവനത്തിൻ്റെ അകത്തളത്തിൽ ഇരിക്കുകയായിരുന്നു. അമ്മ എന്നെയും കരങ്ങളിലെടുത്ത് പുറത്തേക്ക് വന്നു. ആ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ആ ദൈവദാസൻ എൻ്റെ വ്യാധിയിൽ, എൻ്റെ മാതാവ് പോലും സ്പർശിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ആ വ്യാധിയിൽ ആ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആ ദൈവദാസൻ എൻ്റെ ആ വ്യാധിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വ്യാധി അപ്രത്യക്ഷമാകുവാനിടയായി. അങ്ങനെ അമ്മ അന്ന് ആ മുറ്റത്ത് വെച്ച്, വീടിൻ്റെ മുറ്റത്ത് വെച്ച് ആ ദൈവദാസൻ്റെ മുമ്പിൽ യേശുവിനായി ഹൃദയം കൊടുത്തു. അതിനുശേഷം എൻ്റെ അമ്മയുടെ സഹോദരി, അമ്മയുടെ സഹോദരൻ, എൻ്റെ അമ്മയുടെ അമ്മ, അമ്മയുടെ പിതാവ് എല്ലാവരും രക്ഷിക്കപ്പെടുവാനിടയായി. തുടർന്ന് അമ്മയുടെ പിതാവ് ഒരു ദൈവദാസനായി മാറി. ആ വിടുതലോടുകൂടെ ഇന്ന് നിലവിൽ ഒരു 22ഓളം മിഷണറിമാർ ഞങ്ങളുടെ കുടുംബത്തിൽ ഉളവാകത്തക്ക നിലകളിൽ ഒരു വലിയ അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്യുവാനിടയായി. വാസ്തവത്തിൽ ദൈവം ചെയ്ത ആ വിടുതൽ ഞങ്ങളുടെ ദേശത്തെ ഒരു വലിയ സാക്ഷ്യമായി മാറി. അവിടെ ഒരു സഭ ഉണ്ടാകുവാനിടയായി. ആ സഭയിൽ എൻ്റെ അമ്മയുടെ പിതാവാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കത്തക്ക നിലകളിൽ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് ആ സഭയിൽ എൻ്റെ അമ്മയുടെ സഹോദരൻ മാമൻ കർത്താവിൻ്റെ വേല സന്തോഷകരമായി ചെയ്തു വരികയാണ്. തുടർന്ന് എൻ്റെ ബിരുദ വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിനുശേഷം 1990 ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനായി മാറി. 91 എൻ്റെ വിവാഹം നടന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ നൽകി. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ ക്രൂസൈഡ് മിനിസ്ട്രി, ചൈൽഡ് ഇവാഞ്ചലിസം, ഫിലിം മിനിസ്ട്രി എന്നീ നിലകളിൽ പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി. ഏകദേശം 120ഓളം മിഷണറിമാരെ വാർത്തെടുക്കുന്ന നിലകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജ്, ക്രൂസൈഡ് മിനിസ്ട്രികൾ, അതുപോലെ സ്കിറ്റ് മിനിസ്ട്രികൾ, തെരുവ് നാടകങ്ങൾ, ഇങ്ങനെ തുടങ്ങി വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അതോടൊപ്പം തന്നെ തലമുറകളെയും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും വിദ്യാഭ്യാസപരത്തിലും വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. നിലവിൽ ഇപ്പോഴും പലവിധ പ്രവർത്തനങ്ങൾ, സഭാപ്രവർത്തനങ്ങൾ, ധാരാളം സഭകൾ സ്ഥാപിക്കുവാൻ ഈ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ മുഖാന്തരം ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി. കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. ഞാൻ ഒരു വിടുതൽ പ്രാപിച്ച് ദൈവവചനം പഠിക്കാനായിട്ട് കടന്നുപോയ സാഹചര്യം, ദൈവവചനം പഠിച്ചിട്ട് വന്നും എനിക്ക് സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ബോംബെ 72 സാക്കിനാക്ക എന്ന് പറയുന്ന സ്ഥലത്തിൽ
ഞാൻ ഒരു തൊഴിലിനായി കടന്നുപോയി. ചില നാളുകൾ അവിടെ ജോലി ചെയ്തു. എന്നാൽ എനിക്ക് ജോലി ചെയ്യുവാൻ ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞപ്പോൾ എനിക്ക് തുടർന്ന് ജോലി ചെയ്യാൻ കഴിവില്ലാതെ വണ്ണം ഭയങ്കരമായ ഒരു തലവേദന. അത് മുഖാന്തരം എനിക്ക് കുനിയാനോ നിവരാനോ കഴിയാതെ വണ്ണം, എൻ്റെ ജോലി ചെയ്യുവാൻ കഴിവില്ലാതെ വണ്ണം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. അവസാനമായിട്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, എന്തായാലും നാട്ടിലേക്ക് ട്രെയിൻ കയറാം. ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ വെച്ച് എൻ്റെ തലവേദന മാറിയാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാം. അല്ല എങ്കിൽ ആ ട്രെയിനിൽ തന്നെ അതിൻ്റെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവൻ അവസാനിപ്പിക്കുവാനായിട്ട് ഞാനിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തു. ട്രെയിൻ ബുക്ക് ചെയ്തതിന് ശേഷം ആ ട്രെയിനിൽ ഞാൻ കയറി. ഏകദേശം 2 മാസത്തോളം ഉറങ്ങാതിരുന്ന ഞാൻ കയറി ഒരല്പസമയം കഴിഞ്ഞ ഉടനെ ഞാൻ ഉറങ്ങുവാൻ ആരംഭിച്ചു. ഏകദേശം ഞാൻ തിരുവനന്തപുരത്ത് വന്ന് എത്തുന്നതിന് ഒരു 3-4 മണിക്കൂർ മുൻപാണ് ഞാൻ ഉറക്കം എണീറ്റ്. അത്രത്തോളം നാളുകൾ ഉറങ്ങാതിരുന്ന എനിക്ക് നല്ല ഉറക്കം കിട്ടി. ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ എൻ്റെ തലവേദന പൂർണ്ണമായും മാറിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ഥിരീകരിക്കാൻ, തലവേദന മാറിയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ എൻ്റെ ആ കമ്പാർട്ട്മെൻറ്റിലൊക്കെ തലയൊക്കെ മുട്ടി നോക്കി. പക്ഷേ യാതൊരു പ്രശ്നങ്ങളുമില്ല, എൻ്റെ തലവേദന പൂർണ്ണമായി മാറിയിരിക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യേണ്ട വ്യക്തിയാണ്. അത് ചെയ്യാതെ വണ്ണം ഞാനിങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ പരാജയം എന്ന് മനസ്സിലായി. അന്ന് രാത്രികാലം ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്ന് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ഏകദേശം ഒരു 12 മണിയോട് അടുക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുവാനിടയായി. മാർത്താണ്ഡത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കുഴിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ഒരു പെട്രോൾ ബങ്കുണ്ട്. അവിടെ ആ ബങ്ക് എൻ്റെ ചാവിയും ഏകദേശം ഒരു കൂട്ടം താക്കോൽ, 10-15ഓളം താക്കോലുള്ള ഒരു താക്കോൽ കൂട്ടമായി ഒരു ദൂതൻ എൻ്റെ മുറിക്കകത്ത് കയറി വരുന്നത് ഞാൻ സ്പഷ്ടമായിട്ട് കണ്ടു. അദ്ദേഹം എൻ്റെ കയ്യിൽ ഈ പെട്രോൾ ബങ്കിൻ്റെ ചാവി, അതിൻ്റെ അവിടുത്തെ മേശയുടെ ചാവി, കബോർഡിൻ്റെ ചാവി എന്ന് പറഞ്ഞ ഒരു കൂട്ടം താക്കോലുകൾ എന്നെ ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു വാഹനത്തിൻ്റെ, ഒരു 2 വീലറിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഉറക്കം ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ താക്കോലാണ് ഞാൻ നോക്കിയത്. പക്ഷേ താക്കോലൊന്നും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നപ്പോൾ നിന്നിരുന്ന സമാതൃസഭയിലെ പാസ്റ്റർ അന്ന് രാവിലെ ഞാൻ വന്നതറിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കതക് തട്ടി വിളിച്ചു. ഞാൻ ഉറക്കം എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോഴാണ് അദ്ദേഹം ഞാനിവിടെ നാട്ടിൽ എത്തിയെന്നുള്ള കാര്യം അറിയുന്നത്. ഞാൻ ദർശനം കാണുന്ന സമയം തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിൻ്റെ അടുക്കലും പോയി. വെള്ളറട പഞ്ചായത്തിലെ കത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അന്നായിരുന്നതായ യഹോവ രക്ഷണീയ സഭ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ, ആ സഭയുടെ താക്കോൽ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ ഇവിടെ ചാർജ് എടുക്കണം, നാളെ മുതൽ ഇവിടെ ശുശ്രൂഷ ചെയ്യണം, ദൈവമാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പൂർണ്ണമായ വിശ്വാസം വന്നു. കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ഒരവസരം സ്വർഗത്തിലെ ദൈവം എനിക്ക് തുറന്നു തന്നു എന്ന് മനസ്സിലായി. 1990 ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായി വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാനിടയായി. അതോടൊപ്പം തന്നെ സംഗീതത്തിൽ ഒരല്പം താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനൊരു ഡ്രമ്മറായിരുന്നു. ഞാൻ ഡ്രമ്മർ ആകുന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു. ഞാനിവിടുന്ന് ദൈവവചനം പഠിക്കാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഒരു അങ്കിൾ ഒരു മ്യൂസിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പ്രോഗ്രാമിനിങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇന്ന് സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ആ ബ്രദർ വന്നിട്ടില്ല, നീ വരുവാണെങ്കിൽ, ഈ പ്രോഗ്രാമിന് വരുവാണെങ്കിൽ ഞാൻ ആ ദൗത്യം ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ആ പ്രോഗ്രാമിന് പോയി ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ചുമ്മി വാഹനത്തിൽ കൊണ്ടുവച്ചു. വാഹനത്തിൽ നിന്നെടുത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവച്ചു. സ്റ്റേജിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ വാഹനത്തിൽ, ഇതാണ് എൻ്റെ ജോലി. അന്ന് പ്രോഗ്രാമിനായി ചെല്ലുമ്പോൾ മഞ്ചവിളാകം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒരു കൺവെൻഷനാണ് പോയത്. അവിടെ ചെന്ന് അവർ സ്റ്റേജിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പാട്ടുപുസ്തകം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ പാട്ടുപുസ്തകവുമായിട്ട് പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു 100ഓളം പാട്ടുപുസ്തകമുണ്ട്. 25 പൈസയാണ് അന്നൊരു പാട്ടുപുസ്തകത്തിൻ്റെ വില. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 10-20-25 മിനിറ്റ് കൊണ്ട് തന്നെ ആ പാട്ടുപുസ്തകം ഞാൻ വിറ്റ് തീർത്തിട്ട് ഞാൻ സ്റ്റേജിൻ്റെ സൈഡിൽ പോയി നിന്നു. എന്നോട് അങ്കിൾ ചോദിച്ചു, പാട്ടുപുസ്തകം എന്ത്? ഞാൻ പറഞ്ഞു, വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. സാധാരണയായി ഒരു വർഷം 1000 പാട്ടുപുസ്തകം അടിച്ചാൽ ഒരു 500 എണ്ണമെങ്കിലും മിച്ചം വരും. പക്ഷേ ആ ഒറ്റ യോഗത്തിൽ തന്നെ 300ഓളം പാട്ടുപുസ്തകം ആ 3 ദിവസങ്ങൾ കൊണ്ട് ഞാൻ വിറ്റ് തീർത്തു.
അതിനുശേഷം എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യമെങ്കിൽ ഈ ടീമിൽ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്ട്രുമെൻറ്റുകൾ ചുമ്മിക്കൊണ്ട് പോയിരുന്ന ഞാൻ ഒരു ദിവസം കോങ്കോട്രം വായിക്കുന്നതിനുള്ളതായ സഹോദരൻ വന്നില്ല. എന്നോട് പറഞ്ഞു, നീ വായിക്കേണ്ട, ആ കസേരയിൽ കയറി ഇരുന്നാൽ മതി. അന്ന് അവർ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായി കൗണ്ടിങ് ഇട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നതായ ആ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ട്രാക്കുകൾ എൻ്റെ മനസ്സിൽ പതിയിരുന്നു. അറ്റ് സെയിം ടൈം എന്ത് ട്രാക്കാണോ ആ പഴയ സഹോദരൻ വായിക്കുന്നത് അത് വായിക്കാൻ കർത്താവിൻ്റെ കരങ്ങളെ അഭിഷേകം ചെയ്തു. അന്ന് മുതൽ എന്നോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്ത് നീ കോങ്കോട്രം വായിച്ചാൽ മതി. അങ്ങനെ ആ ടീമിൽ കോങ്കോട്രം വായിപ്പാനും അതുപോലെ തന്നെ ഡ്രമ്മ് വായിക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകി. അതേ ടീമിൽ പാടാനും അതേ ടീമിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ എൻ്റെ സഭാ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഗാന ശുശ്രൂഷയിലും അപ്പോൾ തന്നെ ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് അവരുടെ ട്രെയിനിങ് 5 ലാസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് എനിക്ക് ലഭിക്കുവാനിടയായി. അന്ന് അവിടുത്തെ കോർഡിനേറ്ററായിരുന്ന മോഹൻ സാർ മുഖാന്തരം ആ നല്ല ട്രെയിനിങ് എനിക്ക് ലഭിച്ചു. വ്യക്തിപരമായി സുവിശേഷം പറയുവാനും അതുപോലെ തന്നെ പലയിടങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം പഞ്ചായത്ത് ബേസ് ചെയ്ത് ഓരോ പഞ്ചായത്ത് ബേസ് ചെയ്താണ് ഈ ശുശ്രൂഷകൾ ചെയ്തു വന്നത്. അങ്ങനെ ഏകദേശം പഞ്ചായത്തുകളിലും ജീസസ് എന്ന് പറയുന്ന ഫിലിമിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകി. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ രാപകലെന്നില്ലാതെ പലയിടങ്ങളിലും സഭാ വ്യത്യാസമന്യേ, സംഘടനാ വ്യത്യാസമന്യേ, അതുപോലെ തെരുവോരങ്ങളിലെല്ലാം ഈ ശുശ്രൂഷ ഫലവത്തായി ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ അത്തരത്തിൽ ഒരു ചർച്ച് പ്ലാന്റിംഗ് പോലും ബാലരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി മാറി. അതുപോലെ തന്നെ അതിനുശേഷം ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. ഞാനായിരിക്കുന്ന ഭവനത്തിൻ്റെ സൈഡിൽ ഒരു ഷെഡ് വച്ചതിന് ശേഷം അവിടെ ദൈവവചനം പഠിപ്പിക്കുവാൻ 3 ഡിവിഷനുകളിലായി ഏകദേശം 90ഓളം കുട്ടികൾ പഠിക്കുവാനിടയായി. അവരിൽ ഏറിയ പങ്ക് വ്യക്തികളും ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന കർത്താവിൻ്റെ വേലയിൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അവർ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ പോയി എനിക്ക് അവരെ കാണുവാനും അവരായിരിക്കുന്ന ശുശ്രൂഷകളിൽ എനിക്കും സന്തോഷം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരത്തെ നൽകുവാനിടയായി. അതോടൊപ്പം തന്നെ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയുടെ മേ ഹോപ്പ് ഇന്ത്യ എന്ന പ്രോജക്റ്റിലൂടെ കർത്താവിൻ്റെ വേലയിൽ ഏകദേശം ഒരു 5 വർഷത്തോളം പ്രവർത്തിപ്പാൻ തിരുവനന്തപുരം ജില്ലയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി നിന്നുകൊണ്ട് വിവിധ സഭകളിലും സ്വതന്ത്ര സഭകളിലും അല്ലാത്ത ഹൈലാൻഡ് ചർച്ചുകളിലും എല്ലാം ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അനേകർക്ക് ദൈവവചന പരിശീലനം നൽകുവാനുമുള്ള അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുവാനിടയായി. അതോടൊപ്പം ഒരു സംഗീത ടീം കർത്താവ് ലീഡ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെ തന്നു. അതുപോലെ ക്രൂസൈഡ് മിനിസ്ട്രി, മൊബൈൽ ക്രൂസൈഡ് മിനിസ്ട്രി, ഒരു സ്വന്തമായ വാഹനമില്ലാത്തതിനാൽ വാഹനങ്ങളൊക്കെ വാടകയ്ക്കെടുത്ത് സൗണ്ട് സിസ്റ്റം, മ്യൂസിക് ടീം, പ്രസംഗകർ, ഇങ്ങനെ തുടങ്ങി ഒരു ടീം ദൈവം പറയുന്ന ആ ദിവസങ്ങളിൽ ദൈവം പറയുന്ന ഇടങ്ങളിലേക്ക് പാറശാലയിൽ നിന്ന് ഊട്ടി ഇങ്ങനെ തുടങ്ങി വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി. അതോടൊപ്പം തന്നെ ആദിവാസികളുടെ മേഖലകളിൽ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി. ഈ നാളുകളിൽ അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. പല പ്രാവശ്യവും അപകടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൻ്റെ ആക്സിഡൻറ്റുകൾ ഉണ്ടായി. ഞാനൊരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആംപ്ലിഫയറുമായി ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് എതിരെ വന്ന വാഹനം ഇടിച്ച് വണ്ടിയുടെ അടിയിൽ കയറിപ്പോയി. പക്ഷേ എന്നെ ആരോ തൂക്കിയെടുത്ത് അടുത്തുള്ള സ്ഥലത്തേക്ക് എറിയുന്നത് പോലുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ അവിടെയും ദോഷകരമായിട്ട് ഒന്നും ഭവിക്കാതെ വണ്ണം ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിച്ചു തന്ന കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കോവിഡ് സമയത്ത് ഭക്ഷണങ്ങൾ ആൾക്കാർക്ക് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, ദേവദാസന്മാരുടെ ഭവനങ്ങളിൽ പോലും ഭക്ഷണം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ ഒരു ചെറിയ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങണം. അങ്ങനെ ഞാനത് വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചോളം, ഇവിടെ കിട്ടുന്ന മക്കച്ചോളമല്ല, പഞ്ചാബ് ചോളം ലഭ്യമാകുന്ന ഒരിടം ദൈവം എനിക്ക് കാണിച്ചത്. ഞാൻ അവിടെ പോയി ചോളം വാങ്ങി പൊടിച്ച് പലയിടങ്ങളിലും കൊണ്ടുപോയി കൊടുക്കാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം തന്നു. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിൽ ആരംഭിച്ചത് ഇന്ന് 50ഓളം ഉൽപ്പന്നങ്ങൾ, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നം, ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ,
ഗോതമ്പിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, റാഗിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കപ്പയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഏകദേശം 52ഓളം പ്രോഡക്റ്റുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിറത്തിനോ മണത്തിനോ ഗുണത്തിനോ യാതൊരു കെമിക്കലുകൾ, ദൈവം തന്ന ഒരു വ്യത്യസ്തത അതാണ്. മറ്റുള്ള കമ്പനിക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല, ഒരു വ്യത്യസ്തതയോടെ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ല ധാന്യങ്ങൾ പൊടികളെ കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ഇപ്രാവശ്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ അവാർഡും ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സെഡ് അംഗീകാരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടെ ഈ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുവാൻ ദൈവം അവസരം നൽകി. വിൽക്കുക മാത്രമല്ല, കോവിഡ് സമയത്ത് അനേക ദൈവമക്കളെ സഹായിക്കുന്ന തരത്തിൽ ഭക്ഷണമില്ലാതിരുന്ന അനേക ദൈവദാസന്മാർക്ക് ഇത് എത്തിക്കുവാൻ സ്വർഗത്തിൽ ദൈവം അവസരം നൽകി. ജൈവ കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി മായമില്ലാത്ത ധാന്യങ്ങളും ധാന്യപ്പൊടികളും നിർമ്മിച്ച് പരമ്പരാഗത രീതിയിലും അത്യാധുനിക രീതിയിലും പ്രോഡക്റ്റുകൾ തയ്യാർ ചെയ്ത് പുതിയ ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിച്ചു. ഈ ബിസിനസ് ഒരു സേവനം പോലെ അദ്ദേഹം നിർവഹിക്കുകയാണ്. ഇവിടെ മണിവള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി ഈ കോവിഡ് സമയത്തും ഓടാനുള്ള അനുവാദം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി ഒരു ദൈവദാസൻ അവിടെ ഉണ്ട്, അവിടെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 7 ദിവസമായി ഭക്ഷണമില്ലാതെ, ഭക്ഷണത്തിനുള്ള പൈസ ഇല്ലാതെ ആ ദൈവദാസൻ വളരെയധികം ഭാരപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഭക്ഷണം കൈമാറുമ്പോൾ ആ മനുഷ്യൻ പൊട്ടിക്കരയുവാനിടയായി. തുടർന്ന് അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ഒരു ക്ഷാമവും ഇല്ലാത്ത നിലകളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഭക്ഷണം എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് എനിക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. മോഡേൺ ഫുഡ്സ് എന്ന പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. മോഡേൺ ഫുഡ്സ് എന്ന് മാത്രമല്ല, മോഡേൺ ഫുഡ്സ് കൃഷിക്കൂട്ടം. എന്താണ് കൃഷിക്കൂട്ടം എന്നുള്ള പേര് വന്നതെന്ന് ചോദിച്ചാൽ, കർഷകരിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത കെമിക്കലുകൾ ഉപയോഗിക്കാത്ത ധാന്യങ്ങൾ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ളതായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് കൃഷിക്കൂട്ടം എന്ന പേര് തന്നെ ലഭ്യമാകുവാൻ ഇടവന്നത്. അതേപോലെ തന്നെ അതിന് വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ വലിയൊരു ട്യൂമർ ഇങ്ങനെ കാണുവാനിടയായി. അത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. അത് വലിയ പ്രതിസന്ധി, ജീവൻ തന്നെ ലഭിക്കും എന്ന് പറയാൻ മെഡിക്കൽ സയൻസിന് കഴിവില്ലാത്ത ഒരു സാഹചര്യം വന്നു. പക്ഷേ ഓപ്പറേഷനിൽ യാതൊരു പ്രതികൂലങ്ങളും ഇല്ലാതെ സ്വർഗത്തിൽ ദൈവം അതിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മറ്റൊരു വിവാഹം കഴിഞ്ഞ് പോകുവാനിടയായി. എൻ്റെ പിതാവിന് ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കാലം എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മ എന്നെ വിട്ടു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനായിട്ട് കഴിയില്ലായിരുന്നു. ഞാൻ സ്കൂളിലും ആ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു വലിയ വിഷയങ്ങളായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്രായം. അപ്പോൾ അത് എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. ഞാനിവിടെ അടുത്തുള്ള RC ചർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ, ആൽഫ കോളേജ് എന്ന് പറയുന്ന അവിടെയാണ് ഞാൻ ട്യൂഷൻ പഠിക്കാനായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആയാലും ഞാൻ സ്കൂളിലായാലും നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ എനിക്ക് അധ്യാപകരുടെ ഇടയിലും, ട്യൂട്ടോറിയൽ കോളേജിലായാലും അധ്യാപകരുടെ ഇടയിലും, സ്കൂളിലായാലും അധ്യാപകരുടെ ഇടയിലും, കുട്ടികളുടെ ഇടയിലും എല്ലാം നല്ല സന്തോഷവും നല്ല പേരുമാണ് എനിക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ പഠനത്തെ അത് വളരെയധികം സ്വാധീനിച്ചു. ഞാൻ ഒരു ദിവസം ഇവിടെ ട്യൂഷൻ കഴിഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് വരുവാൻ മനസ്സില്ലാതെ എൻ്റെ തല ഇങ്ങനെ ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് ആ ചർച്ചിൽ, ആ കത്തോലിക്ക സഭയിൽ വികാരിയായിരുന്നത് ക്രിസ്തുദാസ് അച്ഛനാണ്. അന്ന് അദ്ദേഹം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് അദ്ദേഹമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വന്ന് എന്നെ സമീപിച്ചു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പ്രശ്നമൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് കുതറി മാറുവാനായിട്ട് ശ്രമിച്ചു. അന്നേരം അദ്ദേഹത്തിൻ്റെ പാസനേജിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ട് ഞാനൊന്നും മറുപടി പറയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വലിയ വിഷമമായി. എങ്കിലും അദ്ദേഹം എന്നെ വിട്ടില്ല. അന്ന് രാത്രിയിൽ അദ്ദേഹത്തോട് കൂടെ എന്നെ പാർപ്പിച്ചു. ആ കത്തോലിക്ക ചർച്ചിന് ഏകദേശം ഒരു 300 മീറ്റർ അടുത്താണ് ഞാൻ താമസിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാരം അന്ന് രാത്രികാലം അദ്ദേഹത്തോട് സംസാരിച്ച് പിന്നെ ഞാൻ ന്യൂട്രായി എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. അല്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം എനിക്ക് നൽകിയ അവയർനെസ്സുകൾ, ബോധവൽക്കരണം എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറി. തുടർന്ന് അമ്മ എന്നെ നന്നായിട്ട് സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടന്നു വന്നു. പക്ഷേ ഈ അതുവരെയുള്ള ആ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം അതുവരെയും ഞാൻ അധ്വാനം എന്ന് പറയുന്നൊരു കാര്യം ഞാൻ അധ്വാനിച്ചിട്ടില്ല. എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാനോ ആഹാരം ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്, എന്നെങ്കിലും ദൈവം എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തിയാൽ ഞാൻ സാമ്പത്തികമായി ഏതെങ്കിലും തലങ്ങളിൽ ഉയരപ്പെടുവാനിടയായാൽ ഇതുപോലുള്ള അമ്മയപ്പന്മാർ ഇല്ലാത്ത ഒരുപാട് കുട്ടികളെ കരുതാൻ, സ്നേഹിക്കാനും അതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ലഭിക്കണമെന്ന്. അങ്ങനെ ഈ കോവിഡ് വരെയുള്ള സമയങ്ങളിൽ ഏകദേശം ഒരു 10ഓളം കുട്ടികളെ വളർത്താനും അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആഹാരം, അവരുടെ പാർപ്പിടം, മറ്റു കാര്യങ്ങളെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തി. കോവിഡോടുള്ള ബന്ധത്തിലാണ് അവരെയൊക്കെ പറഞ്ഞയച്ചത്. അവരൊക്കെ ഇന്ന് നല്ല തലത്തിൽ വിവിധ ജോലികളിലും ദൈവത്തെ ആരാധിച്ചും കടന്നു പോവുകയാണ്. ബേത്സയിദ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ കടന്നു വന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളായിരുന്ന എല്ലാ മേഖലകളും വിട്ടാണ് അവർ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ഇടവന്നത്. ഫിലിപ്പോസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, 200 വെള്ളിപ്പണം ഉണ്ടെങ്കിലും ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുവാൻ കഴിയത്തില്ല. ഇന്നത്തെ ഒരു സംവിധാനമോ ടെക്നോളജികളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ സംഭവം നടക്കുന്നു എന്ന് ഓർക്കണം. അവർക്ക് 3 ദിവസം യേശുവിൻ്റെ അടുക്കലിരുന്ന് ദൈവവചനം കേട്ട വ്യക്തികൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ യാതൊന്നും കൊടുക്കുവാനില്ലാതെ വിശപ്പോടെ ദാഹത്തോടെ അവരെ അയക്കുവാനായിട്ട് യേശുവിന് കഴിയില്ല. അതുകൊണ്ട് യേശു അവരോട് പറയണം, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനും. വാസ്തവത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കരുതലുള്ള ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്ന് ഭാരപ്പെടുമ്പോൾ ശിഷ്യന്മാർ ഒരു ബാലകനെ അവിടെ കണ്ടെത്തി. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതിനെ യേശു കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് അവിടെ കടന്നു വന്ന മുഴുവൻ ജനത്തിനും കൊടുക്കുവാനിടയായി. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ആലോചന എന്ന് പറയുന്നത്, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ധാരാളം വേദനകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ അവിടെ തകർന്നു പോവുക അല്ല ചെയ്യേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. മരുഭൂമിയിലാണ് അവർ കൂടി വന്നതെങ്കിലും മരുഭൂമിയിൽ ഒരു ബാലകനെ ദൈവം കരുതിയിരുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദാസിയായിരുന്ന ഹാഗർ, ആ ഹാഗറിന് ലഭിച്ച ആ പൈതൽ ഇസ്മായിലുമായിട്ട് ചില നാളുകൾ അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിക്കുവാനിടയായി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അബ്രഹാം കുറച്ച് വെള്ളവും അപ്പവുമൊക്കെ കൊടുത്തുവിട്ടെങ്കിലും അത് താൽക്കാലികമായിരുന്നു. ബേർസേബ മരുഭൂമിയിൽ ഉഴന്ന് അലഞ്ഞു നടക്കുന്ന ഹാഗർ, അതുപോലെ ആ മരുഭൂമിയിൽ കരയുന്ന ഒരു കുഞ്ഞ്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അന്നേരം ഉറവ തുറന്നതല്ല എന്ന് അബ്രഹാമിൽ നിന്ന് ദാസിയായിരിക്കുന്ന ഹാഗറിൽ ഒരു കുഞ്ഞ് ജനിച്ചോ, അന്ന് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിട്ടിട്ടാണ് ഹാഗറിന് തലമുറയെ കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഏതു സാഹചര്യത്തിലും ഏതു പ്രതിസന്ധിയിലൂടെയും ഒരു ദൈവത്തിൽ കടന്നു പോയാലും അവൻ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്കായി പലതും കരുതിയിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുന്നു. യേശു എന്നെ അനുദിനം